മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് നടൻ അരുൺ രാഘവൻ. നടൻ അരുൺ രാഘവനും ഭാര്യയും ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്തത് വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു. ഒരു മകന്റെ അച്ഛനും അമ്മയും ആയതിനു ശേഷമാണ് ഇവർ ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്തത്. മാതൃകാപരമായ ഈ തീരുമാനത്തെ ഏവരും അഭിനന്ദിച്ചിരുന്നു. ഇപ്പോഴിതാ ദത്തെടുക്കൽ സങ്കീർണമാണെന്ന ആളുകളുടെ തെറ്റിദ്ധാരണയെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് അരുൺ. സീരിയൽ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശിച്ചത്. ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുള്ള കാര്യമാണ് ഇത്. കുറേ ഓർഫനേജിൽ പോയി നമ്മൾ ചെന്ന് കുറേ കുട്ടികളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് സിനിമകളിൽ മാത്രം കാണുന്ന കാര്യമാണ്. പണ്ട് കാലത്ത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് അതല്ല സിസ്റ്റം. ഓൺലൈനിലാണ് അപ്ലൈ ചെയ്തത്. കാര എന്ന വെബ്സൈറ്റാണ്. 2500 വെയിറ്റിംഗ് ലിസ്റ്റ്. 4.5 വർഷം കഴിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇമെയിൽ വരുന്നത്. നമ്മൾ സൈറ്റിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമാണ് കാണുക. ആ കുട്ടിയുടെ ബ്ലഡ് റിപ്പോർട്ട് ഉണ്ടാകും. ഹെൽത്തി ആയിട്ടുള്ള കുട്ടി അല്ലെങ്കിൽ നാളെ അവർക്കുമുള്ള കുട്ടിക്കും നല്ലൊരു ജീവിതം കൊടുക്കാൻ പറ്റാതാവുകയും നമ്മുടെ ജീവിതം സങ്കീർണമാവുകയും ചെയ്തേക്കാം. ബ്ലഡ് റിപ്പോർട്ട് ഡോക്ടറെ കൊണ്ട് കാണിക്കാം. 1 മാസം സമയം ഉണ്ടാകും. നമുക്കിത് അപ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും കാരണവശാൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. 1 മാസത്തിന് ശേഷം അടുത്ത ആളിലേക്ക് ആ കുട്ടിയുടെ വിവരം പോകുന്നതായിരിക്കും. സങ്കീർണമായിട്ടുള്ള കാര്യമേ അല്ല ദത്തെടുക്കൽ. ഒരുപാട് സ്വത്തുകൾ വേണമെന്നോ കൂടുതൽ സ്വത്ത് ദത്തെടുക്കുന്ന കുട്ടിക്ക് കൊടുക്കണമെന്നോ ഇല്ല. നമുക്ക് ജനിച്ച കുട്ടിക്കുള്ള അതേ അവകാശം ആ കുട്ടിക്കും ഉണ്ടാകും. ദത്തെടുക്കാമെന്ന ആദ്യ തീരുമാനം ഭാര്യയുടേതായിരുന്നു. ഞാൻ അങ്ങനെ ആദ്യമൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ചിന്ത എനിക്കിട്ട് തന്നതും തുടങ്ങി വച്ചതും എൻ്റെ ഭാര്യ തന്നെയാണ്. ഇതേക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ കളക്ട് ചെയ്തിരുന്നു. പെൺകുട്ടി വേണമെന്ന തീരുമാനത്തിന് ഞങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ബോംബെയിലായിരുന്ന സമയത്ത് നേപ്പാളിൽ നിന്ന് ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഒരു ദിവസം പുള്ളി നിൽക്കുന്ന ഷെഡിനുള്ളിൽ നിന്നും കരച്ചിൽ കേൾക്കുകയും ഭാര്യയും അമ്മയും അവിടെ ചെയ്ത് നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് ഒറ്റയ്ക്ക് ഷെഡിനുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാളെ വിളിച്ച് ചോദിച്ചപ്പോൾ സഹോദരൻ്റെ ഭാര്യ ആശുപത്രിയിലാണ്, അവരുടെ കുട്ടിയാണെന്ന് പറഞ്ഞു. അതിനുശേഷം അയാളുടെ അനുവാദത്തോടെ ആ കുട്ടിയെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി പോഷകാഹാരങ്ങളെല്ലാം കുറവുണ്ടായിരുന്നു. വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് നാളത്തേക്ക് ഭാര്യ ജോലി കഴിഞ്ഞ് വന്ന് അവളെ എടുത്ത് കുളിപ്പിച്ച് പൊട്ടു തൊടിക്കലായിരുന്നു പണി. മലയാളി കുട്ടികളെ പോലെ കണ്ണും പുരികവും എഴുതി 1.5 മാസം കഴിഞ്ഞ സമയത്ത് അവർ നാട്ടിലേക്ക് പോവുകയും 5 മാസത്തോളം കഴിഞ്ഞപ്പോൾ കുട്ടി സുഖമായിരിക്കുന്നെന്ന് സെക്രട്ടറിയോട് ചോദിച്ചു. പിന്നീട് മരിച്ചുപോയി എന്ന് അവർ പറഞ്ഞു. വളരെ സിമ്പിളായി അവർ അതാണ് ഞങ്ങൾക്ക് പെൺകുട്ടി വേണമെന്ന് തീരുമാനിക്കാനുള്ള പ്രധാന കാരണം. അവൾ വന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിതം ഭയങ്കര ഹാപ്പിയാണെന്നും അരുൺ രാഘവൻ പറഞ്ഞു. താരത്തിൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് താരത്തിൻ്റെയും ഭാര്യയുടെയും ഈ ഒരു നല്ല മനസ്സിനെ പ്രശംസിച്ചുകൊണ്ട് എത്തുന്നത്. വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ ഇങ്ങനെ ഒരു മനസ്സുണ്ടാകൂ എന്നും അതിനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു എന്നായിരുന്നു പലരുടെയും കമൻസ്.